ഇഷ്ടമാണ്. പിന്നെ ഇപ്പൊ നമുക്ക് ആ ഒരു കഥ ഒത്തു വന്ന ക്യാരക്ടർ അതിന് രീതിക്ക് വന്ന് വരുമ്പോ മാത്രമേ നമുക്ക് കഥ കേട്ട് ഇഷ്ടപ്പെട്ട ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ഓൾറെഡി അഭിലാഷ് ചേട്ടനും ചേട്ടനും പിന്നെ എന്റെ ചേട്ടനെ വിളിച്ച് ഓൾറെഡി ഒരു കമ്മിറ്റ് ചെയ്ത പരിപാടിയാണ്. അപ്പോ അതിൽ വന്ന് കഥ കേട്ടു, ഇതൊരു ജസ്റ്റ് വൺ ലൈനിൽ കാര്യം പറഞ്ഞു, ഇഷ്ടപ്പെട്ടു, ക്യാരക്ടർ ഇതാണ് കൂടുതൽ അട്രാക്ട് ചെയ്യിപ്പിച്ചത്. ഇങ്ങനത്തെ ഒരു അമ്മ മകൻ ചെറിയൊരു ഫാന്റസി പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ്. അപ്പൊ അതൊരു ത്രില്ലർ സബ്ജക്റ്റിൽ പറഞ്ഞു പോകുമ്പോൾ ഏത് രീതിക്കായിരിക്കും, പുതിയൊരു രീതിയാണല്ലോ, പുതിയൊരു വേ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആണല്ലോ എന്നുള്ള രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ പരിപാടി ഏറ്റെടുത്തത്. പിന്നെ ഒരു റാൻഡംലി ചൂസ് ചെയ്ത സ്റ്റൈൽ ഓഫ് മെത്തേഡാണ് ഈ പടത്തില്. ഈ ആനന്ദ് ശ്രീബാലയുടെ ആനന്ദായിട്ട് ഭയങ്കര ലോ പേസിൽ പോകുന്ന. അപ്പൊ ഇന്നലെ ഒരു കോൺവെർസേഷൻ ഉണ്ടായപ്പോ പറഞ്ഞാൽ അത് നന്നായി വന്നിട്ടുണ്ട്. കാരണം പടം കണ്ടവർക്കറിയാം അമ്മയുടെ ബാക്ക് സ്റ്റോറി ഉള്ളപ്പോ അത് എപ്പോഴും മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നുണ്ടാണ് ആ ക്യാരക്ടർ അങ്ങനെ ലോ ആയിട്ട് നിൽക്കുന്നത് നല്ല രീതിയിൽ. അത് കേട്ടപ്പോ ഭയങ്കര സന്തോഷം. എല്ലാം പറഞ്ഞാൽ കുഴപ്പമില്ലാണ്ട് പടങ്ങളൊക്കെ ചെയ്തത് കുഴപ്പമില്ല. നമ്മളെല്ലാ പടവും ചെയ്യണതും കമ്മിറ്റ് ചെയ്യണതും ആൾക്കാർക്ക് ഇഷ്ടപ്പെടാനും നല്ല രീതിയിൽ തിയേറ്ററിൽ ഓടാൻ വേണ്ടിയാണ്. ചില പടങ്ങള് ചില കാരണത്താൽ ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ കൂടെ വേറെ ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ അല്ലെങ്കിൽ ആൾക്കാർക്ക് പടം തീർക്കാതെ പോകുമ്പോഴൊക്കെയാണ് പടം ഓടാതിരിക്കുന്നതും. നമുക്കറിയുന്ന ജോലി ഇതാണ്, അടുത്ത പടത്തിൽ ശ്രമിക്കുക. അപ്പൊ ഇത് ആൾക്കാർ ഏറ്റെടുക്കുമ്പോൾ നല്ല പ്രതീക്ഷയുണ്ട്. കാരണം ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ നല്ല റെസ്പോൺസ് ഉണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോ നമ്മുടെ പ്രതീക്ഷ അത് തന്നെയാണ്. ചേച്ചി പറഞ്ഞാല് 3 ദിവസം ഓടട്ടെ എന്നുള്ള വിശ്വാസത്തിലാണ് ഇരിക്കുന്നത്. ഡേ റണ്ണായിട്ടുള്ളൂ, ഇടയ്ക്ക് 91 ദിവസം നോക്കാം. റേറ്റിംഗിന് വേണ്ടിയാണ് മീഡിയാസ് റേറ്റിംഗിന് വേണ്ടിയാണ് ഒരു വാർത്തയ്ക്ക് പിന്നിൽ പോകുന്നത്. റേറ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിർത്തുന്നു. ഇവരുടെ ഓരോ സ്റ്റോറിയിൽ പറഞ്ഞു പോകുന്നു. അത്ര ഒരു മത്സരം ചാനൽ യുദ്ധം നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓരോ വാർത്തകൾ ഇല്ല, അല്ല അത് ഇല്ല, അത് ഇല്ലാത്ത കാര്യമൊന്നും അല്ലല്ലോ. റേറ്റിംഗ് എന്നല്ല, എപ്പോഴും നമ്മളോട് അവിടെ മത്സരിക്കുന്നതല്ലേ. ഏത് ചാനൽ വർക്ക് ചെയ്യുന്നവർക്ക് ശമ്പളവും തിയേറ്ററൊക്കെ കയറത്തുള്ളൂ. എന്നോട് ഓരോന്ന് പറയിപ്പിച്ചിട്ട് എന്നെ ഏതും ചേട്ടാ, കേരളത്തിലല്ല, എല്ലാ ലോകത്ത് എവിടെയൊക്കെ മാധ്യമങ്ങളുണ്ടോ, ഇവിടെ കോമ്പറ്റീഷൻ ഉണ്ടോ, അവിടെയൊക്കെ TRP റേറ്റിംഗിന് വേണ്ടി ആദ്യം ആര് റിപ്പോർട്ട് ചെയ്യുന്നു, ആര് അതിന്റെ ജെന്യൂനിറ്റി നോക്കുന്നുണ്ടോ എന്നൊക്കെ സെക്കൻഡറി ആണ് എനിക്ക് തോന്നുന്നത്. ആര് റിപ്പോർട്ട് ചെയ്യുന്നു ഫസ്റ്റ് ഇതാണല്ലോ. കാരണം എനിക്കറിയാം, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഞങ്ങളുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്ന സമയത്ത് 1-2 ചാനൽസിൽ പാർട്ട് ടൈം വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് പഠിച്ച കാര്യം പറഞ്ഞാണ്. ആ സമയത്ത് ഒരു ചാനലിലെ ഒരു പ്രോഗ്രാം പ്രൊഡ്യൂസർ എന്റെ അടുത്ത് പറഞ്ഞാണ്, ഇവിടുത്തെ പല VIPസിന്റെയും എല്ലാ വാർത്തകളും റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. സപ്പോസ് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പൊ തന്നെ എയർ ചെയ്യാനായിട്ട്. ഇത് ഞാൻ പറയുന്നതാണ്, കള്ളമാണ് എന്ന് ഹൈദർക്ക് അവർ പറഞ്ഞു. നിങ്ങൾ ചാനൽ വർക്ക് ചെയ്തതാണ്, ഇതങ്ങനെയാണ്. അയാളെന്താന്ന് പറയില്ല. അല്ല, കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നുകൊണ്ടല്ല, തെറ്റല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ആരാദ്യം റിപ്പോർട്ട് ചെയ്യും, അതാണ് ഇവിടുത്തെ കോമ്പറ്റീഷൻ. അപ്പൊ അത് ചാനലുകളിൽ നടക്കാറുണ്ട്. ഈ മത്സരബുദ്ധിയിൽ നമ്മളൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ട് പിന്നീട് ആ വാർത്തയ്ക്ക് പിന്നിൽ പോകാതെ ഒരു യാത്രയുണ്ട്. നമുക്ക് ഇപ്പൊ ഈ സിനിമയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു, നമുക്കൊരു വാർത്ത കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ പോകില്ല. പിന്നീട് അതിന്റെ ഒരു അന്വേഷണത്തിൽ പോലും ഒരു ഡെസ്കിൽ നിന്നാണെങ്കിൽ നമ്മുടെ മേൽ ഇരിക്കുന്ന അധികാരികളാണ് നമ്മൾ അതിന്റെ പിന്നിൽ പോകണമെന്ന് പറയാറില്ല. അപ്പൊ അവിടെ വെച്ച് വാർത്ത നിന്നു പോകും. ഇപ്പൊ ഈ കേസ് തന്നെ അന്വേഷണത്തെ ഈ സിനിമ